ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ എപ്പോഴും പരാതി പറയുന്ന ഒരു വിഷയമാണ് തനിക്ക് ഭയങ്കര സ്ട്രെസ്സാണെന്ന്. എന്താണ് ഈ സ്ട്രെസ്? ഈ സ്ട്രെസ് നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ സാധിക്കും. തീർച്ചയായും മാറ്റാൻ സാധിക്കും, മരുന്നുകൾ ഏതുമില്ലാതെ. അതിനാദ്യം വേണ്ടത് എന്താണ് സ്ട്രെസ് എന്ന് മനസ്സിലാക്കണം. തനിക്ക് സ്ട്രെസ് ഉളവാക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയണം. ഒരു വ്യക്തിയോടോ ഒരനുഭവത്തോടോ ഒരു സാഹചര്യത്തോടോ നമുക്കുണ്ടാകുന്ന ഭയമാണ് സ്ട്രെസ് അല്ലെങ്കിൽ സമ്മർദ്ദം. ഇത് ആ വ്യക്തിയിൽ ദേഷ്യം, ഫ്രസ്ട്രേഷൻ, നെർവസ്നെസ്, പരിഭ്രമം, നൈരാശ്യം ഇവയൊക്കെ ഉണ്ടാക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ട്രെയിൻ കയറാൻ ചെല്ലുമ്പോൾ കാണുന്നത് നമ്മളുടെ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് മൂവ് ചെയ്ത് തുടങ്ങുന്നു. അതുമല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ഇടവഴിയിൽ നിന്ന് ഒരു സൈക്കിൾ യാത്രക്കാരൻ കാറിന്റെ മുമ്പിലേക്ക് വന്നിപ്പെടുന്നു. പെട്ടെന്ന് ആക്ട് ചെയ്യേണ്ട രംഗങ്ങളാണ്. ഇവിടെ എല്ലാം സ്ട്രെസ്സാണ്. സ്ട്രെസ് ഇങ്ങനെ തന്നെ ആകണമെന്നില്ല. ഉദാഹരണത്തിന് ഒരു വ്യക്തിയോട് അയാൾക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അയാൾക്ക് സ്ട്രെസ് ഉണ്ടാകും. അതുപോലെ പെർഫെക്ഷനിസം, എല്ലാം പൂർണ്ണമായിട്ട് വൃത്തിയായിട്ട് ചെയ്യണമെന്നുള്ള നിർബന്ധ ബുദ്ധികൾ സ്ട്രെസ് ഉണ്ടാക്കും. ഇങ്ങനെ സ്ട്രെസ്സുകൾ പല രീതിയിലാണ്. സ്ട്രെസ്സിന്റെ കാര്യത്തിലെ രസകരമായ ഒരു വസ്തുത, ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത് മറ്റൊരാൾക്ക് സ്ട്രെസ് ഉണ്ടാക്കണമെന്നില്ല. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു? ബ്രെയിൻ ഉടനെ തന്നെ സിഗ്നൽ കൊടുക്കുന്നു. അഡ്രിനാലിൻ ഗ്രന്ഥികൾക്ക്, അവരാണ് നമ്മുടെ പട്ടാളക്കാർ. അഡ്രിനാലിൻ എന്ത് ചെയ്യും? ഉടൻ തന്നെ ഹോർമോൺസും സ്റ്റീറോയിഡ്സും ഉൽപ്പാദിപ്പിക്കും. എന്തിനാണ്? ഈ സാഹചര്യം നേരിടാൻ നമുക്ക് അധികമായ ഊർജവും ശക്തിയും ശ്രദ്ധയും വേണം. അഡ്രിനാലിൻ ഗ്ലാൻസ് പുറപ്പെടുവിക്കുന്ന 3 ഹോർമോൺസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ശക്തി തരും. നോർ അഡ്രിനാലിൻ നമ്മുടെ ആ മസിൽ ഭാഗങ്ങളിലേക്ക് മറ്റുള്ളിടത്തു നിന്ന് ധാരാളം ബ്ലഡ് ചെയ്ത് കൊടുക്കും. കോർട്ടിസോൾ എന്ന് പറയുന്ന സ്റ്റീറോയിഡ് ഹോർമോൺ അതൊരു മിതമായ ലെവലില് ലൈഫ് സേവിംഗ് ആണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഈ സ്ട്രെസ് സിറ്റുവേഷൻ നിലനിൽക്കുന്നിടത്തോളം സമയം ഈ ഹോർമോൺസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. പല സന്ദർഭങ്ങളിൽ ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ കൂടുതലായി ഈ ഹോർമോൺസ് ഉണ്ടായാൽ അത് നല്ലതല്ല. അത് ശരീരത്തിന് പല അസുഖങ്ങളും ഉണ്ടാക്കും. ഉദാഹരണത്തിന് ഹൃദ്രോഗം, ഹൈപ്പർ ടെൻഷൻ, പ്രമേഹം, പെപ്റ്റിക് അൾസർ ഇവയെല്ലാം ഉണ്ടാകും. ആസ്മ പേഷ്യൻസ് ആണെങ്കിൽ അവൻ്റെ ആസ്മ ഷൂട്ടപ്പ് ചെയ്യും. കൂടുതൽ ആളുകളും പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട ചില സമ്മർദ്ദങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ എന്താണെന്ന് നോക്കിയാൽ ഏറ്റവും പ്രധാനം ഓഫീസിലെ സമ്മർദ്ദമാണ്. എന്താണ് ഈ ഓഫീസ് സ്ട്രെസ്? തനിക്ക് കിട്ടേണ്ടവ പ്രൊമോഷൻ സമയത്ത് കിട്ടുന്നില്ല, ട്രാൻസ്ഫർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ മേലധികാരിയുടെ അടിക്കടിയുള്ള ശകാരങ്ങൾ, ടാർഗറ്റ് അവളെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള പരിഗണന കിട്ടും, കിട്ടാനുള്ള പ്രൊമോഷൻ കിട്ടാതിരിക്കത്തില്ല എന്ന് ഉറപ്പിക്കുക. ഇനി മേലധികാരി കൂടെ നമ്മളെ ശകാരിക്കുകയാണെങ്കിൽ, നമ്മളുടെ വേലയെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ ബോധർ ചെയ്യേണ്ട. കാരണം പ്രശ്നം ഇവിടെ മേലധികാരിക്കാണ്. അദ്ദേഹത്തിന്റെ എന്തോ പ്രശ്നങ്ങളാണ് ഈ വക ശകാരങ്ങൾ അടിക്കടി ഉണ്ടാക്കുന്നത്. അത് വിട്ടുകളഞ്ഞേക്കുക, മനസ്സിലേക്ക് എടുക്കണ്ട. എപ്പോഴും ഒരു ഓഫീസിൽ വരുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ചില വ്യക്തികൾ ഓഫീസിലെ ഇഷ്യൂസ് വന്ന് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് കാണുന്നു. അങ്ങനെ കാണാനേ പാടില്ല. ഓഫീസ് കാര്യം ഓഫീസിൽ വെച്ച് വിട്ടേക്കുക. അത് അടുത്ത ദിവസത്തേക്ക് വലിച്ചടിച്ചുകൊണ്ട് പോകരുത്, വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യരുത്. അതുപോലെ വീട്ടിലെ പ്രശ്നങ്ങൾ ഓഫീസിലേക്കും കൊണ്ടുവരരുത്. പിന്നീട് ചില വ്യക്തികളുണ്ട്, അവർ ധരിക്കുന്നത് മറ്റുള്ളവരൊക്കെ നമ്മളെ മോശക്കാരനായിട്ട് കാണുന്നു, അല്ലെ നമുക്ക് കഴിവില്ലാത്ത ആളായിട്ട് കാണുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കും. അത് പാടേയില്ല. വെറുതെ ആവശ്യമില്ലാതെ എന്തിനാ ടെൻഷൻ ഉണ്ടാക്കുന്നത്? അവർക്കൊന്നും നിങ്ങളുടെ ഒന്നും കാര്യം അന്വേഷിക്കാൻ നേരമില്ല എന്നുള്ളതാണ് സത്യം. ചിലരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് മനസ്സിൽ പിടിച്ച ജോലിയല്ല, ഇഷ്ടപ്പെട്ട ജോലിയല്ല. അപ്പൊ അതുകൊണ്ട് ഇതിലൊരു ആനന്ദം കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർക്ക് മറ്റു വഴികളില്ലെങ്കിൽ
അവരെന്താണ് ചെയ്യേണ്ടത്? അവർക്ക് ഇഷ്ടപ്പെട്ട ജോലിയിലെ സംഗതികൾ ഇപ്പൊ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തി ഇവിടെ അതിനെ കോറിലേറ്റ് ചെയ്ത് മനസ്സിൽ ആനന്ദം കണ്ടെത്തുക, അല്ലാതെ വേറെ വഴിയില്ല. കുടുംബത്തിലെ സമ്മർദ്ദങ്ങൾ വളരെ ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു 5 മിനിറ്റ് ശാന്തമായിട്ടിരുന്ന് ആലോചിക്കുക, എന്താണ് നമ്മുടെ ജീവിത പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ. അതിൽ നമുക്ക് സാധിക്കുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. പറ്റാത്തത് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് അവർക്ക് വിശദമാക്കി കൊടുത്താൽ പ്രശ്നങ്ങൾ തീരും. വളരെ സിമ്പിളാണ്. കൂട്ടത്തിൽ കുടുംബത്തിന് നമ്മൾ കുറച്ച് എക്സ്ട്രാ ടൈം കൊടുത്തു കഴിഞ്ഞാൽ തീരാത്ത ഒരു പ്രശ്നങ്ങളും ഇന്ന് ലോകത്തില്ല. ഇനി പൊതുവെ സ്ട്രെസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന വിഷയങ്ങളെ എങ്ങനെ തരണം ചെയ്യാമെന്ന് പരിശോധിക്കാം. ധാരാളം വഴികളുണ്ട്. ആദ്യമായി വേണ്ടത് സ്ട്രെസ് ഉണ്ടാക്കുന്ന വസ്തു എന്താണെന്ന്, അല്ലെ പ്രശ്നം എന്താണെന്ന് അതിൻ്റെ ഉറവിടം കണ്ടുപിടിക്കുക. അതിന് നമ്മുടെ വികാര വിചാരങ്ങൾ, നമ്മുടെ പെരുമാറ്റ രീതികൾ, സ്വഭാവങ്ങൾ ഇതെല്ലാം ഒന്ന് സ്വയം വിശകലനം ചെയ്താൽ എവിടെയാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കും. ആ പ്രശ്നം എന്നിട്ട് ഒഴിവാക്കി കളയുക. അത്രേ ചെയ്യേണ്ട കാര്യമാണ്. വളരെ സിമ്പിളാണ്. അതിനുവേണ്ടി സപ്പോർട്ടിംഗ് ആയിട്ട് രണ്ടാമത് നമ്മൾ ശീലിക്കേണ്ട കാര്യം റിലാക്സേഷൻ ആൻഡ് റിക്രിയേഷൻ. ബ്രീതിങ് എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ, ഇവ മൂന്നും അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ശീലിക്കുക, സ്ഥിരമായി ചെയ്യുക. എക്സസൈസുകളെ ചെയ്യുക. സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണ്, അതിലൊക്കെ പങ്കെടുക്കുക. ഹോബീസിലൊക്കെ ഇടപെടുക. ഇപ്പൊ ഗാർഡനിങ് അല്ലെങ്കിൽ പെറ്റിനെ വളർത്തുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അവയൊക്കെ ചെയ്യുക. സംഗീതം പഠിക്കുക അല്ലെങ്കിൽ സംഗീതം ആസ്വദിക്കുക. ഇവിടെ നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം വരുന്നതായിട്ടുള്ള പാട്ടുകൾ കണ്ടെത്തി അത് മൊബൈലിലെങ്ങാനും സ്റ്റോർ ചെയ്ത് വെച്ച് ആവശ്യാനുസരണം അത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം പ്രയോജനകരമായിരിക്കും. മൂന്നാമതായിട്ട് നമുക്ക് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഒരു ട്രാഫിക് ജാം, അല്ലെ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും മരിക്കുന്നു, ഈ വക കാര്യങ്ങളിലൊന്നും നമുക്കൊരു കൺട്രോളില്ല. അതിനെ വിട്ട് കളഞ്ഞേക്കുക. അത് നാലാമതായിട്ട് ചില കാര്യങ്ങൾ നമ്മളോട് ചിലർ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് സാധിക്കത്തില്ല. സാധിക്കാത്ത കാര്യത്തിന് നോ പറയാനായിട്ട് ശീലിക്കുക. അഞ്ചാമത് നമ്മുടെ ആഹാര കാര്യങ്ങളിൽ അല്പം നിയന്ത്രണം കൊണ്ടുവരണം. കോഫി ഒഴിവാക്കണം, ആൽക്കഹോൾ ഒഴിവാക്കണം, സിഗരറ്റ് വലിക്കരുത്. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഓട്സ്, ഗാർലിക്, ഗ്രീൻ ടീ ഇവയൊക്കെ സ്ട്രെസ് കുറയ്ക്കാൻ നല്ലതാണ്. ആറാമത് നന്നായി ഉറങ്ങണം. ഏഴാമത് ടൈം മാനേജ്മെന്റ്. എന്തൊക്കെയാണ് പ്രയോറിറ്റി ഉള്ളതെന്ന് വെച്ചാൽ അത് നോക്കിക്കണ്ട് ചെയ്യാൻ ശീലിക്കണം. ഓഫീസിലേക്കോ സ്കൂളിലേക്കോ കുട്ടികളെ വിടുമ്പോഴോ അല്പം 5 മിനിറ്റ് മുൻപേ തയ്യാറായാൽ ആ വക സ്ട്രെസ്സുകൾ ഒഴിവാക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ സ്പീഡിൽ നമ്മൾ ഓടണ്ട, നമ്മുടെ സ്പീഡിൽ പോയാൽ മതി. എട്ടാമത് ജീവിതത്തിനെ അല്പം ലാഘവത്തോടെ കാണാൻ പഠിക്കണം. ചെയ്യുന്ന കാര്യങ്ങൾ രസിച്ച് ചെയ്യാൻ സാധിക്കണം. ഒൻപതാമത് മറ്റുള്ളവരോട് സ്നേഹപരമായി ഇടപെടണം. ഇപ്പൊ തന്നെ കഴിഞ്ഞ ഫ്ലഡിൽ എല്ലാം നഷ്ടപ്പെട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെ തൻ്റെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും രക്ഷിക്കാനും സഹായിക്കാനും വേണ്ടി ഓടി നടക്കുകയായിരുന്നു. അങ്ങനെയുള്ളവർക്ക് സ്ട്രെസ് ഒരിക്കലും അനുഭവപ്പെടുകയില്ല. അടുത്ത പോയിന്റ്, അത് അല്പം രസകരമാണ്. ചില സംഗതികൾ നമ്മളെ ഭയപ്പെടുത്തുന്നതോ പേടിപ്പിക്കുന്നതോ ആയിരിക്കും, ചില ടാസ്കുകൾ. അങ്ങനെ ഒരു ടാസ്ക് വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി ഒരു 3-4 വരിയിൽ ഒരു ഹാസ്യ കവിത എഴുതണം. ആ ഹാസ്യ കവിത എഴുതിയിട്ട് നമ്മളൊരു മൂളിപ്പാട്ട് പോലെ അതൊന്ന് പാടി നോക്കൂ. ഒരു 6-7 തവണ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പേടിപ്പിടിപ്പിക്കുന്ന ഈ സംഭവം ഇപ്പൊ വളരെ നിസ്സാരമായിട്ട് മാറിയിരിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ പ്രശ്നത്തെയും നമ്മൾ നേരിടുന്നത് വൈകാരികമായിട്ടായിരിക്കരുത്. നമ്മൾ ആലോചിക്കണം, യുക്തിസഹതമായിട്ട് വേണം കാര്യങ്ങളെ നേരിടാൻ. ഒരു വ്യക്തിയുടെ സ്ട്രെസ്സിനെ നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം, പെരുമാറ്റ രീതികൾ, വികാര വിചാരങ്ങളാണ്. ഇവയെല്ലാം ആ വ്യക്തിയുടെ കയ്യിൽ പൂർണ്ണമായി കൺട്രോളിലായിരിക്കണം. അയാളുടെ ഓരോ പ്രവൃത്തികളും അയാൾ നിയന്ത്രിക്കുന്നതനുസരിച്ച് യുക്തിസഹമായി മുന്നോട്ട് പോകുന്നതായിരിക്കണം. വികാരങ്ങളായിരിക്കരുത് അയാളെ നിയന്ത്രിക്കുന്നത്. എങ്കിൽ നിശ്ചയമായിട്ടും
ഇതുപോലെയുള്ള എല്ലാ മാനസിക സമ്മർദ്ദങ്ങളും ആ വ്യക്തിക്ക് വളരെ ഈസി ആയിട്ട് തരണം ചെയ്യാൻ സാധിക്കും. സ്നേഹപൂർവ്വം, സുരേഷ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.